എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരൻ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം ബാലൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. മഹാഭാരതം രചിച്ചത് ആര്? ഉത്തരം വേദവ്യാസൻ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. മാതൃത്വത്തിൻ്റെ കവയിത്രി, വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെ? ഉത്തരം ബാലാമണിയമ്മ. കേരള ഗ്രന്ഥശാലാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 14. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഡ് ബുക്ക്. പി.എൻ. പണിക്കർ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. 1926. പി.എൻ. പണിക്കർ ജനിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം നീലംപേരൂർ, ആലപ്പുഴ. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആരാണ്? ഉത്തരം വിഷ്ണു ശർമ്മ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കുമാരനാശാൻ. പി.എൻ. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 2004 ജൂൺ 19. വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരെ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം വായിച്ചു വളരുക. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.